CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ. ജില്ലാ സെക്രട്ടറിയുടെ ധാർഷ്ട്യമാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ജില്ലാ സെക്രട്ടറി തന്നെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുകയാണെന്നും വിമതർ ആരോപിച്ചു. കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ഓഫീസ് തുടങ്ങിയ വിമതർ വർഗ ബഹുജന സംഘടനകൾക്കും സമാന്തര പ്രവർത്തനം തുടങ്ങുമെന്ന് വ്യക്തമാക്കി. കൊഴിഞ്ഞാമ്പാറയിൽ EMS സ്മാരകം എന്ന പേരിൽ ഓഫീസ് തുറന്ന് CPIM വിമതർ സമാന്തര പ്രവർത്തനം ആരംഭിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ജില്ലാ നേതൃത്വം ഒരിടപെടലും നടത്താത്തതിനു പിന്നിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആണെന്നാണ് വിമതരുടെ ആരോപണം. ജില്ലാ സെക്രട്ടറിയുടെ ധാർഷ്ട്യമാണ് പ്രശ്നത്തിന് കാരണമെന്നും ജില്ലാ സെക്രട്ടറി പച്ചക്കള്ളം പറയുകയാണെന്നും വിമത നേതാവ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് M സതീഷ് പറഞ്ഞു. ധാർഷ്ട്യവും അഹങ്കാരവും ജില്ലാ സെക്രട്ടറിയുടെ ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് അക്ഷരം പ്രതി ജില്ലാ സെക്രട്ടറിയുടെ പച്ചക്കള്ളം അവിടെ അങ്ങനെ കേട്ട് അതാണ് ശരി എന്ന നിലയിൽ പോകുന്ന നിലയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വമെല്ലാം ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കൊഴിഞ്ഞാമ്പാറ 1, 2 ലോക്കൽ കമ്മിറ്റികളിലായി 250ഓളം ബ്രാഞ്ച് മെമ്പർമാർ ഒപ്പമുണ്ടെന്നാണ് വിമതർ അവകാശപ്പെടുന്നത്. വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ജില്ലാ സെക്രട്ടറിയാണെന്നും ഇവർ ആരോപിച്ചു. തുടർച്ചയായിട്ട് 3 പാർട്ടി കോൺഗ്രസുകളിലായി നടന്ന ലോക്കൽ സമ്മേളനത്തിൽ യാതൊരു വിഭാഗീയതയുമില്ലാതെ ഐക്യത്തോടുകൂടിയാണ് കൊഴിഞ്ഞാമ്പാറ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ 2023 പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന വ്യക്തിയാണ് ഈ പാർട്ടിയെ നയിക്കുക എന്നുള്ള നിലയിൽ ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ മുൻകൈ എടുക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കൊഴിഞ്ഞാമ്പാറയിൽ CPIM നടത്തിയ ലോക്കൽ സമ്മേളനങ്ങളിൽ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവന്നാണ് ക്വാറം തികച്ചതെന്നും വിമതർ പറയുന്നു. ഒരു സംഘടനാ വ്യവസ്ഥയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഇങ്ങനെയാണ് ചേരേണ്ടത്. അതിന് ചില രീതികളുണ്ട്. പക്ഷേ ഒരു സംഘടനാ വ്യവസ്ഥയും പാലിക്കാതെ ആരെ വേണമെങ്കിലും വിളിച്ചിരുത്തി സമ്മേളനം നടത്തുന്ന രീതിയിലേക്ക് ഇവിടെ കൊഴിഞ്ഞാമ്പാറ 2 സമ്മേളനം മാറിയിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ തൻ്റെ ഇഷ്ടക്കാരെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ശ്രമിക്കുന്നത്. ഇത് ശരിയല്ല. ഇത് കടുത്ത വിഭാഗീയതയാണ്. CPIMന്റെ വർഗ ബഹുജന സംഘടനകൾക്കും സമാന്തര പ്രവർത്തനം ആരംഭിക്കുമെന്നും വിമതർ വ്യക്തമാക്കി. പ്രശ്നം പരിഹരിക്കാത്തതിനാൽ CPIMനകത്തും അമർഷമുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, അത് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നം ഒരു സാധാരണ വിമത പ്രശ്നം മാത്രമല്ല, അത് പാർട്ടിയിൽ നിന്ന് തന്നെ മാറി വീണ്ടും ഒരു സംഘടനകളിലേക്ക് കൂടി മാറുന്ന തരത്തിലേക്ക് അത് വ്യാപിക്കുകയാണ്. രുചീഷ്, കൊഴിഞ്ഞാമ്പാറയിലെ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം മുതൽ ഒരു തരത്തിലുമുള്ള CPMന്റെ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, കരുനാഗപ്പള്ളിയിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സംസ്ഥാന നേതൃത്വം ഇടപെടുകയും അതിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കൊഴിഞ്ഞാമ്പാറയിൽ അത്തരമൊരു ഇടപെടൽ അവിടെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ വിമത പ്രവർത്തനം നടക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലോക്കൽ സമ്മേളനങ്ങളിൽ കൊഴിഞ്ഞാമ്പാറയിൽ 2 ലോക്കൽ കമ്മിറ്റികളാണുള്ളത്. കൊഴിഞ്ഞാമ്പാറ 1, കൊഴിഞ്ഞാമ്പാറ 2. അതിൽ കൊഴിഞ്ഞാമ്പാറ 1 ലോക്കൽ കമ്മിറ്റിയിലെ സമ്മേളനത്തിൽ മുൻപ് കോൺഗ്രസിൽ നിന്നും വന്ന അരുൺ പ്രസാദിനെ ലോക്കൽ സെക്രട്ടറിയാക്കി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതിഷേധത്തിന്റെ തുടക്കമായി മാറിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് ലോക്കൽ സെക്രട്ടറിയിലേക്ക് ആക്കാൻ മാത്രമുള്ള സംഘടനാ പരിചയം ആയിട്ടില്ല. അതിനുശേഷം മാത്രം ഇദ്ദേഹത്തെ ലോക്കൽ സെക്രട്ടറിയെ പരിഗണിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ഇവരുടെ അഭിപ്രായം. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് പുതിയ ആളെ ലോക്കൽ സെക്രട്ടറി ആക്കിയതോടുകൂടി വലിയ വിഭാഗം പ്രതിഷേധവുമായി വന്നു. പിന്നീട് ലോക്കൽ കമ്മിറ്റി 2 കൊഴിഞ്ഞാമ്പാറ 2 നടന്ന ലോക്കൽ സമ്മേളനത്തിലും കോറം തികയാതെ വന്നപ്പോൾ പുറത്തുനിന്ന് മറ്റ് ആളുകളെ കൊണ്ടുവന്ന് കോറം തികച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇതിനെല്ലാം പുറകിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ്. EN സുരേഷ് ബാബുവിന്റെ ഈ ദാർഢ്യം നിലനിന്ന നിലപാടുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാത്തത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും, ഒരു പഞ്ചായത്തിൽ നിൽക്കുന്ന പ്രശ്നമാണ് എങ്കിൽ പോലും അത് പരിഹരിക്കാൻ സാധാരണഗതിയിൽ CPMൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ മേൽക്കമ്മിറ്റികളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവർ കൂടുതൽ വിമത പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞാമ്പാറയിൽ ഓഫീസ് തുറന്ന് EMS സ്മാരകം എന്ന പേരിൽ സമാന്തര ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. 250ഓളം 2 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 250ഓളം ബ്രാഞ്ച് മെമ്പർമാർ അവർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. മറ്റ് വർഗ ബഹുജന സംഘടനകൾ, DYFI, കർഷക സംഘടനകൾ, അങ്ങനെയുള്ള സംഘടനകൾക്കും കൂടി സമാന്തരമായി പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇവർ പറയുന്നു. അതോടൊപ്പം പ്രസാദ്, ഈ കൊഴിഞ്ഞാമ്പാറയിലെ ലോക്കലിലെ തന്നെ പരിഗണിച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ വിമത പ്രവർത്തനത്തിന് ഒപ്പമാണ്. തീർച്ചയായും, കാരണം ഭൂരിഭാഗം ആളുകളും ഇവർക്കൊപ്പമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ഇവരുടെ ആദ്യത്തെ സമ്മേളനത്തിൽ
വിമത സമ്മേളനത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. രണ്ടാമതും ലോക്കൽ സമ്മേളനത്തിന് സമാന്തരമായി ഇവരും സമ്മേളനം നടത്തി. അതിലും നിരവധി ആളുകൾ പങ്കെടുത്തു. അങ്ങനെ ആ പ്രാദേശികമായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ജില്ലാ നേതൃത്വം ഇടപെടാത്തത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയതാണ്. അതിന്റെ കാരണമായി ഇവർ പറയുന്നത് ജില്ലാ സെക്രട്ടറിയുടെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടും, മറ്റൊന്ന് അദ്ദേഹം മറ്റ് നേതാക്കളെ, ജില്ലാ നേതൃത്വത്തിലുള്ള മറ്റ് നേതാക്കളെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർ CPM വിട്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും അവർക്കൊപ്പമുണ്ട് എന്ന് തന്നെ അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ജില്ലാ സെക്രട്ടറിക്കെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ശരി പ്രസാദ്, എന്തായാലും കരുനാഗപ്പള്ളിയിലും തിരുവല്ലയിലുമെല്ലാം കണ്ടതിന് പിന്നാലെ ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നവും രൂക്ഷമായി മാറുകയാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വം ഇതുവരെ കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് വിമതരും പറയുന്നത്. ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിമത നേതാക്കൾ ഉന്നയിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.